Question paper revision. Chapter 5 Laws of Motion Part 1. 2020 മാർച്ച് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. The first question, Newton's first law of motion describes the dash. Newton's first law describe ചെയ്യുന്നത് ഇവയിൽ ഏതാണെന്നുള്ളതാണ്. എനർജി, ഇനേർഷ്യ, വർക്ക്, മൂവ്മെന്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലോ പറയുന്നത് ഇനേർഷ്യനെയാണ്. ഫസ്റ്റ് ലോയുടെ ഡെഫിനിഷൻ ഒക്കെ നമുക്കറിയാം. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ്, ഫസ്റ്റ് ലോയിൽ നിന്നാണ് നമ്മൾ ഇനേർഷ്യ ഡിറൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻസർ ഏതാ വരുന്നത്? ഇനേർഷ്യയാണ്. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ലീനിയർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസർവ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഒരു ബാങ്ക്ഡ് റോഡിൽ ഒരു കാറിന്റെ മോഷനാണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഫോഴ്സസ് എ, ബി, സി, ഡി ഇൻ ഫിഗർ. ഫിഗറിലെ എ, ബി, സി, ഡി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ എ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. അത് നമ്മൾ സാധാരണ നമ്മളെ ഫിഗറിൽ ആർ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞാൽ നേരെ താഴത്തേക്കാണ്. അത് എം ജി എന്നാണ് നമ്മൾ ഫിഗറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് വെയിറ്റ് ഓഫ് ദി കാർ ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, എഫ് സി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ആണ്. റൈറ്റ് ദ ഇക്വേഷൻ which equate forces on the car along horizontal and vertical direction. ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഇക്വേഷൻ, ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഫിഗർ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ആ ഫിഗറിൽ നമ്മൾ, ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. അപ്പൊ ഇതാണ് ഫ്രിക്ഷൻ എഫ് എസ് വരുന്നത്. അതിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എഫ് എസ് സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നോർമൽ റിയാക്ഷൻ ആർ ആണ്. ഇതിന്റെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആർ കോസ് തീറ്റ, അതുപോലെ തന്നെ ഇവിടെ ആർ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ ആർ സൈൻ തീറ്റ എഫ് എസ് കോസ് തീറ്റയും വരുന്നുണ്ട്. ഇവിടെ എം ജി ഉണ്ട്, അതുപോലെ തന്നെ എഫ് എസ് സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആണ്. അതാണ് എം വി സ്ക്വയർ ബൈ ആർ. അപ്പൊ ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ എന്തിന് ഈക്വൽ ആണ്? എം വി സ്ക്വയർ ബൈ ആർ ആണ്. പിന്നെയും മറ്റൊന്നുള്ള ഏതാണ്? ആർ കോസ് തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ. അടുത്തത് സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ലോ. ഒന്നാമത്തെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട് ആണ്. രണ്ടാമത്തത് എഫ് എസ് പ്രൊപ്പോർഷണൽ ടു ആർ. എഫ് എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, ആർ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ആണ്. ഓർ എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ. ഇതിൽ മ്യൂ എസിനെ വിളിക്കുന്ന പേര് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. അതുപോലെ തന്നെ ആറ് നോർമൽ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. 2019 ഇംപ്രൂവ്മെന്റ് 8 മാർക്ക്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് സ്റ്റേറ്റ് ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മുകളിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. അപ്പൊ അവിടെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് മുകളിൽ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചോദിച്ച ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. ഇവിടെ എന്താണ്? ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് ആൻസർ ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 ഇംപ്രൂവ്മെന്റിന് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ അറ്റ് ദ മൂമെന്റ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അപ്പോൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ മൂമെന്റിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയതാണ്. എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ എന്നുള്ളത്. അതാണ് ആ റിലേഷൻ. അപ്പോൾ ആ റിലേഷൻ നമുക്ക് കിട്ടി. എഫ് എസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, മ്യൂ എസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, ആറ് നോർമൽ റിയാക്ഷൻ ആണ്. അടുത്തത്, ഡിറ്റർമിൻ ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദി ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈയിങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി. അതായത് ഒരു ട്രെയിനിന്റെ ആക്സലറേഷൻ എത്രയായിരിക്കും ആ ബോക്സ് സ്കിഡ് ചെയ്യാതെ പോവാതിരിക്കാനുള്ളത് എന്നുള്ളത്.
Given that coefficient of static friction between box and the train's floor is 0.15. അപ്പോൾ coefficient of static friction തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം Fs is equal to mu s into r ആണ്. Fsനെ നമ്മൾ ഫോഴ്സ് ആയതുകൊണ്ട് F is equal to ma എന്നുള്ള ഫോർമുലയിൽ ma എന്ന് കൊടുക്കാം. R is equal to നമുക്കറിയാം mg ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? ma is equal to mu s into mg എന്ന് കിട്ടി. m രണ്ടും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a is equal to mu s into g. ഇവിടെ mu s ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.15 ആണ്. g യുടെ വാല്യൂ നമുക്കറിയാം 9.8 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എത്രയാണ്? 1.47 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തത് a large force acts for a short interval of time is called impulsive force. എന്താണ് impulsive force എന്ന് പറഞ്ഞിരിക്കുന്നു? What is the SI unit of impulse? Impulse-ന്റെ SI unit, impulse എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ മൂവ്മെന്റ് ആണ്. അപ്പോൾ മൂവ്മെന്റത്തിന്റെ SI യൂണിറ്റ് തന്നെയാണ് impulse-ന്റെ SI യൂണിറ്റ്. ഏതാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് 2 billiards of each mass 0.5 kilogram moving in opposite direction with speed 6 meter per second collide and rebound with same speed. അപ്പോൾ 2 ബില്ലിയാർഡ് ബോൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. അവയുടെ മാസുകൾ പറഞ്ഞിട്ടുണ്ട്. അവ കൂട്ടിമുട്ടിയതിന് ശേഷം തിരിച്ച് അതേ സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു പോകുന്നുണ്ട്. വാട്ട് ഈസ് ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ഈച്ച് ബോൾ ഡ്യൂ ടു ദ അതർ? ഓരോന്നിന്റെ മുകളിൽ മറ്റത് പ്രയോഗിക്കുന്ന ഇമ്പൾസ് എത്രയാണെന്നുള്ളത്. ഇപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ചേഞ്ച് ഇൻ മൂവ്മെന്റ് ആണ്. ചേഞ്ച് ഇൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാസ് നമ്മൾ കൊടുത്തു. മാസ് എത്ര വന്നത്? 0.5 കിലോഗ്രാം ആണ്. അത് നമ്മൾ എഴുതി. ഫസ്റ്റ് വെലോസിറ്റി എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പൊ അത് എഴുതി. മൈനസ് വാല്യൂ എഴുതി. ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ റീബൗണ്ട് ചെയ്യാണ്. അപ്പൊ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറി. അപ്പൊ എത്രയായിരിക്കും? -6 ആയിരിക്കും. അതാണ് ഇവിടെ വന്നത്. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് വന്നു. അപ്പൊ 6 + 6 പറഞ്ഞാൽ 12. അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ഇൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വെലോസിറ്റിയിലുള്ള ചേഞ്ച് പറഞ്ഞാൽ 12 ആണ് വരുന്നത്. അടുത്തത് 2019 മാർച്ച് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ. ഒരു ലൈറ്റ് ബുള്ളറ്റ് ഹെവി ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുന്നു. ചൂസ് ദ കറക്റ്റ്. താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് കറക്റ്റ് നോക്കുക. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സ്പീഡ് ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. ഗണ്ണിന്റെ ബുള്ളറ്റിന് സ്പീഡ് ഈക്വൽ ആയിരിക്കും? അല്ല. ബുള്ളറ്റിന് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുതലായിരിക്കും. അടുത്തത് മൂവ്മെന്റ് ഓഫ് ദി ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മൊമെന്റം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ ഗണ്ണിന്റെ ഈക്വൽ ആയിരിക്കും, മാഗ്നിറ്റ്യൂഡിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇത് ശരിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അടുത്തതും കൂടി നമുക്ക് നോക്കാം. മൊമെന്റം ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. മൊമെന്റം ഈക്വൽ ആയിരിക്കും, പക്ഷെ സെയിം ഡയറക്ഷൻ ആണ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഗണ്ണ് നേരെ ബാക്കിലേക്കും ബുള്ളറ്റ് മുന്നിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. അടുത്ത വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ അല്ല. വെലോസിറ്റി ഓഫ് ഗണ്ണ് കുറവായിരിക്കും, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഏതാണ് വരുന്നത്? ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മൊമെന്റം ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അടുത്തത് ബൈ യൂസിങ് സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് ദ യുവർ എബോ ആൻസർ. അപ്പൊ നേരത്തെ നമ്മൾ ബുള്ളറ്റിന്റെയും ഗണ്ണിന്റെയും കാര്യത്തിലുള്ള കൺസർവേഷൻ ലോ എഴുതിയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വരുന്ന ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ബിഫോർ ഫയറിംഗ് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ അറ്റ് റെസ്റ്റ്. ഫയർ ചെയ്യുന്നതിന് മുമ്പ് ബുള്ളറ്റും ഗണ്ണും റെസ്റ്റിലാണ്. So total momentum before firing is 0. So before firing momentum 0 ആണ്. After firing bullet moves forward. ഫയർ ചെയ്തതിനു ശേഷം ബുള്ളറ്റ് മുന്നിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ അതിനൊരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ടു കൺസർവ് ഫോർവേഡ് മൂവ്മെന്റം ഗൺ ഹാസ് ടു മൂവ് ബാക്ക്വേർഡ്. അപ്പൊ ഫോർവേഡ് മൂവ്മെന്റം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണിനെ എങ്ങോട്ട് മൂവ് ചെയ്യണം? ബാക്കിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. എം വി പ്ലസ് എം വി ഈസ് ഈക്വൽ ടു 0. അതിൽ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ വിയും എന്ത് ചെയ്യുന്നുണ്ട്? ഗണ്ണിന്റെ മാസും വെലോസിറ്റിയാണ്. സ്മോൾ എം സ്മോൾ വി ബുള്ളറ്റിന്റെ മാസും വെലോസിറ്റിയാണ്. അടുത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഇംപെഡിംഗ് മോഷൻ. അതായത് ഫ്രിക്ഷൻ മോഷനെ ഒപ്പോസ് ചെയ്യുന്നു.
ഇനി അതിലെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്ടിങ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂവും ലിമിറ്റിംഗ് വാല്യൂവും അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ തമ്മിലുള്ള ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇത് തന്നെ Fs is equal to μs into r. ഇതിൽ Fs സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, μs കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, r നോർമൽ റിയാക്ഷൻ ആണ്. അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോൺടാക്ട്. അപ്പൊ അത് ഫസ്റ്റ് തന്നെ ഉള്ളത് നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെയും ഇതിന്റെ ലോ പഠിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കറക്റ്റ് വരുന്നത്. ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് സർഫസസ് ഇൻ കോൺടാക്ട്. ഇനി അടുത്തതും കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡു നോട്ട്. അതല്ല, ഇതാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് എ മാസ് rests on a horizontal plane. ഒരു മാസ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യാണ്. ദ പ്ലെയിൻ ഈസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് അണ്ടിൽ അറ്റ് an angle theta with the horizontal. അപ്പൊ ഇതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ ചരിക്കുന്നു. ദെൻ മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. ഒരു പ്രത്യേക ആംഗിൾ എത്തുന്ന സമയത്ത് അത് അവിടുന്ന് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. ഷോ ദാറ്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്ലോക്ക് ആൻഡ് ദ സർഫസ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം μs ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫിഗർ വരയ്ക്കുന്ന. ഈ ഫിഗർ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഈ ഫിഗറിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mg നേരെ താഴത്തേക്കാണ്. ഇത് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, mg കോസ് തീറ്റയും mg സൈൻ തീറ്റയും. r നേരെ മുകളിലേക്കാണ്. അപ്പൊ ഇവിടെ mg സൈൻ തീറ്റ Fsന് ഈക്വൽ ആണ്. അതാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പൊ mg സൈൻ തീറ്റ പിന്നെ Fsന് ഈക്വൽ ആണ്, mg കോസ് തീറ്റ എന്തിന് ഈക്വൽ ആണ്? r-ന് ഈക്വൽ ആണ്. രണ്ട് വാല്യൂസ് നമ്മൾ എഴുതുന്നു. mg സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു Fs, mg കോസ് തീറ്റ ഇസ് ഈക്വൽ ടു r. ഡിവൈഡ് ചെയ്യുമ്പോൾ mg ക്യാൻസൽ ചെയ്യും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആണ്. Fs ബൈ r നമുക്കറിയാം μs ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു μs. നമ്മളെ ഇക്വേഷൻ ആ റിലേഷൻ കിട്ടി.